വ്യവസായങ്ങളിൽ നിന്ന് 1 ലക്ഷം കോടി വിറ്റുവരവാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പി രാജീവ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ കേരള വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വ്യവസായ മന്ത്രി. ഫെബ്രുവരിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് മുന്നോടിയായി വ്യവസായ മന്ത്രി പി രാജീവ് വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് വ്യവസായ വകുപ്പ് നടത്തിയ റോഡ് ഷോയിലും മന്ത്രി പങ്കെടുത്തു. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കാനായി കൈക്കൊണ്ട നിയമ ഭേദഗതികളും നയരൂപീകരണവും മന്ത്രി വിശദീകരിച്ചു. വ്യവസായങ്ങളിൽ നിന്ന് 1 ലക്ഷം കോടി വിറ്റുവരവാണ് കേരളം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. Our goal is to establish 1 lakh small enterprises in a year. We could achieve that goal within 7 months. വ്യവസായത്തിനുള്ള ലൈസൻസ് 1 മിനിറ്റിനുള്ളിൽ ഓൺലൈൻ സംവിധാനമായ കെ-സ്വിഫ്റ്റ് വഴി ലഭ്യമാകുമെന്നും പി രാജീവ് ചൂണ്ടിക്കാട്ടി. ആരോഗ്യ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ലോകോത്തര കമ്പനികൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. മികച്ച തൊഴിൽ നൈപുണ്യമാണ് കേരളത്തിന്റെ മുതൽക്കൂട്ട്. മുംബൈയിൽ സംഘടിപ്പിച്ച റോഡ് ഷോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി വിവിധ 41 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വളരെ നല്ല റെസ്പോൺസാണ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ടാറ്റ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഗോയങ്ക ഗ്രൂപ്പുമായി ചർച്ചയുണ്ടായിരുന്നു. ഒപ്പം തന്നെ മലയാളി ഇൻവെസ്റ്റേഴ്സിനെ പ്രത്യേകം കാണുകയുണ്ടായി. അപ്പോൾ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിനുള്ള സാധ്യതയാണുള്ളത്. പുതിയ വ്യവസായ നയങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എ.പി.എം. മുഹമ്മദ് ഹനീഷ് അവതരിപ്പിച്ചു. 5000 രൂപയുടെ മൂലധനവുമായി തുടങ്ങിയ ജ്യോതി ലാബ്സിന്റെ വിജയകഥ ഉജാല രാമചന്ദ്രൻ പങ്കുവച്ചു. In 1983, I started a small venture in Kerala, a small village with about 5,000 rupees capital. ഇന്ന് 5000-ലധികം ജീവനക്കാരും 20,000 കോടി രൂപയുടെ നേട്ടവും കൈവരിച്ചതിൽ കേരളത്തിന് വലിയ പങ്കുണ്ടെന്ന് എം പി രാമചന്ദ്രൻ പറഞ്ഞു. That capital has now grown to around 20,000 crore. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നും രാമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങി വെച്ച സല്യൂട്ട് കേരളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സുരേഷ് കുമാർ മധുസൂദനൻ പറഞ്ഞു. കേരളത്തിൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന് മിനിസ്റ്റർ ഇവിടെ സംസാരിച്ച മാതിരി തന്നെ പല ഇൻഡസ്ട്രീസ് സ്പൈസസിൻ്റെ കാര്യത്തിനകത്ത് ഈ സിന്തൈറ്റ്സ് മാതിരിയുള്ള അതേമാതിരി പല കമ്പനികളുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇൻമെക്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചത് കേരളത്തിലുള്ള ടോപ്പായിട്ടുള്ള 10 ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. കേരളത്തിന്റെ നേട്ടങ്ങൾ നിക്ഷേപകരിലേക്ക് എത്തേണ്ടതുണ്ടെന്നും സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. ഈ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കണം. ഇന്ന് മീഡിയ, ഏത് മീഡിയ ആണെങ്കിൽ പോലും നെഗറ്റീവ് ന്യൂസിൻ്റെ പുറകിലാണ് മീഡിയ ആണെങ്കിലും ജനങ്ങളും പോകുന്നത്. പക്ഷേ നമുക്ക് പോസിറ്റീവ് ന്യൂസസ് ജനങ്ങളിൽ എത്തിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടുന്ന ഇനിഷ്യേറ്റീവ്സ് ഞങ്ങൾ ഇൻവെക്ക് കൂട്ടായിട്ട് ആലോചിച്ചിട്ട് എടുത്തിട്ടുണ്ട്. KSIDC ചെയർമാൻ സി ബാലഗോപാൽ, MD S ഹരികിഷോർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികൃഷ്ണൻ, കിൻഫ്ര MD സന്തോഷ് കോശി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.